ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എന്ത് അതിലേക്ക് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു പ്രോസസ്സ്. ഇപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, സിലബസ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ സിലബസ് നോക്കി പഠിക്കണം, ഏറ്റവും സിലബസ് പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ സിലബസിലെ ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോമൺ എക്സാം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രീഷ്യനും അതേപോലെ ഈ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ ITI പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ITI പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ പോലെ. അപ്പോൾ ഇത് 678/2022 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ പഴയ കാറ്റഗറി നമ്പർ. അപ്പൊ ഇത് കോമൺ എക്സാം ആയിട്ട് 2023 കാലഘട്ടത്തിൽ ജൂൺ മാസമോ അങ്ങനെ മറ്റാണ് നടന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. അപ്പോ നമുക്ക് ഇപ്പം സിലബസ് ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ 10 മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ടാണ് ടോട്ടൽ 100 മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കവിടെ സിലബസിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ അതിൽ ഏറ്റവും തന്നെ കുറെ ടേംസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, എനർജി എന്താണ്, പവർ എന്താണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡെഫിനേഷനും യൂണിറ്റ്സും എന്താ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നൊക്കെ എന്താ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ നേരെ ഓംസ് ലോയിലേക്കാണ് പോയേക്കുന്നത്. നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓംസ് ലോ, പിന്നെ പവർ, എനർജി. അതായത് ഏറ്റവും ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ പഠിക്കുക, അതിന്റെ യൂണിറ്റ്സ് പഠിക്കുക, പിന്നെ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ നമ്മൾ ഓംസ് ലോ അതേപോലെ പവർ, എനർജി റിലേറ്റ് ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ റെസിസ്റ്റൻസ് ഇൻ സീരീസ്, പാരല്, അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത സിമ്പിൾ പ്രോബ്ലംസ്, കിർച്ചോഫ് ലോസ്, KCL, KVL. അപ്പൊ ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 എന്താ, നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സിലബസ് തന്നെയാണ്. നല്ല വൃത്തിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സിലബസ് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക, റെസിസ്റ്റിവിറ്റിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസിസ്റ്റിവിറ്റി കാരണം വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് എല്ലാവരും പഠിക്കണം. ഓക്കെ, റെസിസ്റ്റിവിറ്റി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്ത് ചെയ്യാം, നമ്മളവിടെ സീരീസ് പാരലൽ കോമ്പിനേഷൻ പറഞ്ഞുകൊണ്ട് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടായിരുന്നു. സിമ്പിൾ അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ KCL റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി KCL ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നോഡൽ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള നോഡൽ അനാലിസിസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്കവിടെ സീരീസ് പാരലിന്റെ കേസിൽ നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു യൂണിറ്റ് കൺവേർഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഒരു തിയറത്തിന്റെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. എന്നിരുന്നാലും ഇതിലൊക്കെ എന്താ നിങ്ങൾ പഠിക്കുക, ഈ തിയറംസും കൂടി നിങ്ങൾ എന്താ പഠിക്കുക. ഓക്കെ, നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. KCL, KVL പഠിക്കുക, മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് പഠിക്കുക. അതേപോലെ ജസ്റ്റ് സൂപ്പർ പൊസിഷൻ തിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സിലബസിൽ പറഞ്ഞില്ലാന്ന് വെച്ചിട്ട് നോക്കണ്ട. ഇതൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കേസാണ് തിയറം. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ അല്ലേ കാര്യങ്ങള്? അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോ എങ്ങനെ എന്ത് വരാം, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ വേണമെങ്കിൽ ലാമ്പിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലാമ്പ് നമുക്ക് അവിടെ പവറിന്റെ കാര്യം പറഞ്ഞിട്ട് അതുപോലെ സീരീസ് പാരലൽ സർക്യൂട്ടിനൊക്കെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാമ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇനിയിപ്പോ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെ. അപ്പൊ അതിൽ നമുക്കിപ്പം കുറെ ടേംസ് പെർമിറ്റിവിറ്റി എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അതുമായി റിലേറ്റ് ചെയ്ത സിമ്പിൾ പ്രോബ്ലംസ് എന്ത് ചെയ്യാം അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതുമായി റിലേറ്റ് ചെയ്ത പഠിക്കാൻ സാധ്യതയുണ്ട്. ലൈറ്റ്നിങ് ഫിനോമിനൻ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്താണ്, ഡൈലക്ട്രിക്കൽ സ്ട്രെങ്ത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ പറഞ്ഞ പോലെ കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ, അതുപോലെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ. പിന്നെ അവിടെ കൂളോംസ് എന്താണ്, പെർമെബിലിറ്റി എന്താണ്, അതിനൊക്കെ യൂണിറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, MMF, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ്, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ, ഫ്ലെമിങ്സ് ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും ഓരോന്നിലും എന്താണ് വ്യത്യാസം, അതിലുള്ള എന്തൊക്കെയാണ് അതിൽ സിമിലാരിറ്റീസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതായത് ഇപ്പൊ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ
ഇക്വലന്റ് ആയിട്ടുള്ളതായിരിക്കില്ല മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ടിന് ഇക്വലന്റ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ് എന്ന് എല്ലാവരും നിങ്ങൾ എന്താ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യാം ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ അപ്രോച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് അവിടെ എഫക്റ്റീവ് ആവുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് കൂളോംസ് ലോ എന്താണെന്ന് പഠിക്കണം, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കണം, പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അതുപോലെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്താണെന്ന് പഠിക്കണം, അതുപോലെ കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ, അതുപോലെ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ, പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, എംഎംഎഫ് എന്താണ്, റിലക്ടൻസ് എന്താണ്, പെർമിബിലിറ്റി എന്താണ്, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, അതേപോലെ ഇൻഡക്ടൻസ്, എനർജി സ്റ്റോറിന്റെ ഇൻഡക്ടർ, ഫ്ലെമിങ്സ് ലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്, അതേപോലെ ഫ്ലക്സ് ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണ്, അതേപോലെ ഒരു രണ്ട് യൂണിറ്റിന്റെ കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എംഎംഎഫ് എന്താണ്. ഓക്കെ, പിന്നെ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്ററും അതേപോലെ കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ലെൻസസ് ലോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലെമിങ്സ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് മൊഡ്യൂൾ 2 വന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്തത് എ സി ഫണ്ടമെന്റൽസ് ആണ്, മൂന്നാമത്തെ മൊഡ്യൂൾ, ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം. ഇതിലെന്താ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞത്. ഏറ്റവും ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, സൈക്കിൾ എന്താണ്, ടൈം പീരീഡ് എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ്, ആർ എം എസ് വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്, പി ഫാക്ടർ എന്താണ്, ഇതിന്റെ ഒക്കെ ഇക്വേഷൻസും അതുമായി റിലേറ്റ് ചെയ്ത സിമ്പിൾ പ്രോബ്ലംസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു എ സി വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നമ്മൾ പഠിക്കുന്നത് എന്താണ് സൈക്കിള്, എന്താണ് അതിന്റെ ടൈം പീരീഡ്, എന്താണ് അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ്. നമ്മൾ ഏറ്റവും സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ അല്ല ഏറ്റവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെ. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ആവറേജ് വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ എന്താണ്, അതുപോലെ ഫോം ഫാക്ടർ എന്താണ്, പീക്ക് ഫാക്ടർ എന്താണ്. അതാകുമ്പോൾ നമ്മളവിടെ ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു സൈൻ വേവിനെ പറ്റി നമ്മളെല്ലാം പഠിച്ചു. ഡിഫറെന്റ് ഫാക്ടേഴ്സ്, ആ ഒരു സൈൻ വേവ് തന്നെ നമ്മൾ എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, സൈക്കിൾ എന്താണെന്ന് എല്ലാം നമ്മളവിടെ പഠിച്ചു. ടൈം പീരീഡ് എന്താണ് എല്ലാം നമ്മളവിടെ പഠിച്ചു. അതിന് അടുത്തത് എന്താ എ സി ത്രൂ റെസിസ്റ്റൻസ്, എ സി ത്രൂ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, വേണമെങ്കിൽ ആർ എൽ ആർ സി ആർ എൽ സി സർക്യൂട്ട് ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കാം. പിന്നെ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ ഇൻ ത്രീ ഫേസ് എ സി സിസ്റ്റം, അതുപോലെ വി ഫേസ് വി എൽ തമ്മിലുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ ഐ ഫേസ് ഐ എൽ തമ്മിലുള്ള റിലേഷൻസ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റംസ്. ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർ എം എസ് വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ സ്റ്റാർ കണക്ഷന്റെ കേസിൽ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷന്റെ കേസിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഫ്രീക്വൻസിയും ടൈം പീരീഡും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ എന്താ, നമുക്കവിടെ ആർ സർക്യൂട്ട് എൽ സർക്യൂട്ട്, നമുക്കവിടെ ആർ എൽ സർക്യൂട്ട്, നമുക്കവിടെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള അപ്രോച്ചിങ് അവിടെ പിടിക്കാം. ഇനി അടുത്ത് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, നാലാമത്തെ മൊഡ്യൂള്. ഇതിൽ ഏറ്റവും നമുക്ക് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. മെഷർമെന്റ്സിൽ നമുക്ക് ഏറ്റവും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതേപോലെ അതിൽ തന്നെ നമുക്ക് എന്താ ഇൻഡിക്കേറ്റിംഗ് ഉണ്ട്, ഇന്റഗ്രേറ്റിംഗ് ഉണ്ട് അല്ലെ, ആ ഒരു രീതിയിൽ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കണം. ഓക്കെ, അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഏറ്റവും ക്ലാസിഫിക്കേഷൻ, അതേപോലെ എറേഴ്സ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എറേഴ്സ് പഠിക്കാം. പിന്നെ നമ്മൾ എന്താ വോൾട്ട് മീറ്റർ എന്താണ്, അമ്മീറ്റർ എന്താണ്, എനർജി മീറ്റർ, വാട്ട് മീറ്റർ എന്താണ്, അതേപോലെ പവർ മെഷർമെന്റ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളവിടെ പഠിക്കുക. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, എല്ലാം എന്ത് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർക്ക് ഉണ്ട്. കൺട്രോളിംഗ് ടോർക്ക് എന്താണ്, ഡാമിംഗ് ടോർക്ക് എന്താണ് അല്ലെ, അതേപോലെ ആ ഒരു രീതിയിലുള്ള എന്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കുക. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താണ്, അതിലേക്ക് ഇക്വേഷൻ അല്ലെ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളവിടെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, അതും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടല്ലേ. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. അപ്പൊ അതിന് കാസോ ക്യാപ്പ്, വാസോ, എൽ എം ഡി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ കോഡാക്കി നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ അവിടെ ഇൻഡക്ടൻസിന്റെ കേസിലാകുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലേ. അതേപോലെ കപ്പാസിറ്റൻസിന്റെ കേസിലാണെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഷെറിംഗ് ബ്രിഡ്ജ്, ഡീസോട്ടി ബ്രിഡ്ജ്, അതേപോലെ ഓക്കെ. പിന്നെ പവർ ഫാക്ടർ മീറ്റർ എന്താണ്, സിംഗ്രോസ്കോപ്പ് എന്താണ്, ടിഒഡി മീറ്റർ എന്താണ്, സി ആർ ഒ,
മെഗർ എന്താണ്, അതുപോലെ മൾട്ടിമീറ്റർ, CT, PT. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെങ്കിലും നമ്മൾ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വന്നേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അവിടെ ക്വസ്റ്റ്യൻസ് വരാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊന്ന് 2 വാട്ട് മീറ്റർ മെത്തേഡിനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CT, PT ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. മെഗറിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. CROന്റെ ലിസാജസ് പാറ്റേണിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻസിറ്റിവിറ്റി, എറേഴ്സ്, കാലിബ്രേഷനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, എറേഴ്സ് കാര്യങ്ങളൊന്നും സിലബസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂളാണ് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ഓക്കെ, അതിന് ഏറ്റവും എന്താ ബേസിക് സേഫ്റ്റി റിക്വയർമെന്റ്സ് എന്താണ്, അതുപോലെ ഇലക്ട്രിക് ഷോക്ക് എന്താണ്, ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ ഫസ്റ്റ് എയ്ഡ്, ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ച ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്, പിന്നെ ഇൻസ്റ്റാളേഷൻ, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററീസും അതേപോലെ സോളാർ സെല്ലും. ബാറ്ററീസിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൺ പവർ റിക്വയർമെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച് നിങ്ങളോട് പഠിക്കുക. ഓക്കെ, ഇതില് ഇലക്ട്രിക് ഷോക്കിന്റെ കറണ്ട് റേഞ്ചും അതേപോലെ അതിന്റെ എഫക്ട് എന്താണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജിനെ പറ്റിയിട്ട്, അതുപോലെ ഇലക്ട്രോലൈറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്ററിന്റെ സീരീസ് പാരലൽ കണക്ഷന്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ, വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സേഫ്റ്റി പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആറാമത്തെ മൊഡ്യൂൾ നമ്മൾ പഴയ ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ്, വയറിംഗ് ആക്സറീസ്, വേരിയസ് ഫയറിംഗ് സിസ്റ്റംസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വയറിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളവിടെ പഠിക്കാം. അതായത് ക്ലീറ്റ് വയറിംഗ് എന്താണ്, അല്ലെങ്കിൽ CTS, TRS എന്താണ്, കേസിംഗ് കേപ്പിംഗ് എന്താണ്, കണ്ടൂട്ട് വയറിംഗ് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ വയേഴ്സ്, സിംഗിൾ സ്റ്റാൻഡും മൾട്ടി സ്റ്റാൻഡും, അതുപോലെ അതിന്റെ കറണ്ട് റേറ്റിംഗ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, പിന്നെ ഡിഫറെന്റ് സേഫ്റ്റി ഡിവൈസസ്, പിന്നെ ഇല്ലുമിനേഷൻ എന്താണ്, എർത്തിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്താ അവിടെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ സ്വിച്ചസ് ആണ്, അല്ലെ ഫ്യൂസ് ആണെങ്കിൽ കാട്രിഡ്ജ് ഫ്യൂസും HRC ഫ്യൂസും, അത് സ്വിച്ചസ് ആണെങ്കിൽ SPST, SPDT, DPST എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കാം. ഓക്കെ, ICDP, ICTP എല്ലാം നിങ്ങൾ പഠിക്കാം. പിന്നെ പ്രൊട്ടക്ട് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ MCB, LCB, RCB എല്ലാം നിങ്ങൾ അവിടെ പഠിക്കുക. ഇലുമിനേഷൻ ആണെങ്കിൽ ഇലുമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇതിൽ ഇലുമിനേഷൻ എന്ന് പറഞ്ഞ ഒറ്റൊരു വേർഡിലാണ് പറഞ്ഞേക്കുന്നത്. അത് ഡിഫറെന്റ് ടേംസ് ഉണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, എല്ലാം പഠിക്കാൻ, യൂണിറ്റ് കാര്യങ്ങളെല്ലാം പഠിക്കുക. പിന്നെ പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും, അതിൻ്റെയൊക്കെ സൈസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. അങ്ങനെയൊക്കെ പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ MCB, LCB, RCCBനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. HRC ഫ്യൂസും കാർട്രിഡ്ജ് ഫ്യൂസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 2-വേ സ്വിച്ചിന്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലിമിറ്റ് സ്വിച്ചിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എർത്തിങ് കണ്ടക്ടറും അതേപോലെ ഇലക്ട്രോഡിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലുമിനേഷന്റെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ LED ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള DC മെഷീൻസ്, DC ജനറേറ്റർ, DC മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ വർക്കിംഗ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, EMFication ബേസ് ചെയ്തിട്ട് അതിനൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് പഠിക്കണം. ഡിഫറെന്റ് ടൈപ്സ്, വേവ് വൈൻഡിങ്, ലാപ്പ് വൈൻഡിങ്, പിന്നെ DC ജനറേറ്ററിന്റെ ക്യാരിയും അതേപോലെ സിമ്പിൾ പ്രോബ്ലംസും. ഓക്കെ, പിന്നെ DC മോട്ടർ ആകുമ്പോൾ കൺസ്ട്രക്ഷൻ വേണ്ടി പറഞ്ഞു, വർക്കിംഗ് ടൈപ്സ്, EMFication, ടോർക്സ്, സിമ്പിൾ പ്രോബ്ലംസ്, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, MG സെറ്റിംഗ്. ഇത്രയാണ് ഏഴാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോ നമുക്ക് അവിടെ കമ്മ്യൂട്ടേറ്റർ എന്താണ്, അല്ലെങ്കിൽ ബ്രഷ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെസിഡൽ മാഗ്നറ്റിസിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. EMFication ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ്ങിന്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ DC മോട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ ആവശ്യകത എന്താണ്, നീഡ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3-പോയിന്റ് സ്റ്റാർട്ടർ എന്താണ്, അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പം AC മെഷീൻസ് ആണ് എട്ടാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിൽ ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ആൾട്ടർനേറ്റേഴ്സ്, 3-ഫേസ് സിംഗിൾസ് മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടോഴ്സ്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അവിടെ പഠിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, കഴിഞ്ഞ ദിവസം എനിക്ക് ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ EMFication ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് കറന്റ്, അതേപോലെ ലോസസ്, അതേപോലെ ഓയിലിനൊക്കെ, കൺസുമേറ്റഡ് ടാങ്കിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടായിരുന്നു. സ്റ്റെപ്പർ മോട്ടറിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 8ാമത്തെ മോഡൽ. 9ാമത്തെ മോഡൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നമ്പർ സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, പിന്നെ ലോജിക് ഗേറ്റ്സ്, ആൻഡ് ഓർ, നോട്ട് ആൻഡ് ഓർ, പിന്നെ തിയറംസിൽ ഡിമോർഗൻ തിയർ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഹാഫ് ആഡർ എന്താണ്, ഫുൾ ആഡർ എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടേഴ്സ്, ADC, DAC, സോൾഡറിംഗ് ടെക്നിക്ക്, കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻസ് സർക്യൂട്ട് എല്ലാം ഉണ്ട്, നമ്പർ സിസ്റ്റം എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പെട്ടെന്ന് അവിടെ വേർഡ് ബൈ വേർഡ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കോമ്പിനേഷൻ സർക്യൂട്ട് എന്താണ്, സീക്വൻസ് സർക്യൂട്ട് എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളവിടെ പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ നമ്പർ സിസ്റ്റം വരുവാണെങ്കിൽ അവിടെ ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. പിന്നെ അതിന്റെ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ കാര്യങ്ങൾ. പിന്നെ ലോജിക് ഗേറ്റ്സും പിന്നെ അതിന്റെ ട്രൂത്ത് ടേബിൾസും പഠിക്കണം. പിന്നെ അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം പിന്നെ നാൻഡ് നോർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. പിന്നെ ഡിമോർഗൻസ് തിയറം, പിന്നെ ഹാഫ് ആഡർ, ഫുൾ ആഡർ, പിന്നെ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, ADC, DAC, പിന്നെ സോൾഡറിംഗ് സോൾഡർ എന്താണ്, ഫ്ലെക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബേസിക് ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിളിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാൻഡ് നോറിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡിമോർഗൻ തിയറത്തിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഹാഫ് ആഡർ, ഫുൾ ആഡറിന്റെ ഔട്ട്പുട്ടിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻവാലിഡ് കണ്ടീഷനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ADC, DACയുടെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടും ഫുൾ ഫോമിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പോളട്രോണിക്സ് ആണ്. അപ്പോ പോളട്രോണിക്സിൽ നമുക്കറിയാം ഏറ്റവും നമ്മൾ എന്ത് ചെയ്തില്ല, റെക്ടിഫയർ എന്താണ് നമുക്ക് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് റെക്ടിഫയർ പഠിക്കുന്നതിന് മുന്നേ ഡയോഡ് എന്താണെന്നില്ല ഏറ്റവും നമ്മൾ പഠിക്കണം. ഓക്കെ, ഡയോഡും പിന്നെ നമ്മൾ റെക്ടിഫയറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹാഫ് വേവ് എന്താണ്, ഫുൾ വേവ് എന്താണ്, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്താണ്, പിന്നെ ഫിൽറ്റേഴ്സ്, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ എന്താണ്. പിന്നെ നമുക്കവിടെ SCRലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, SCR ടെർമിനൽസ് ഏതൊക്കെയാണ്, അതേപോലെ അതിന്റെ ട്രിഗറിങ് മെത്തേഡ്സ് കാര്യങ്ങൾ, പിന്നെ ട്രാക്ക്, ഡാഗ്, UJT, FET, JFET, IGBT കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇൻവേർട്ടേഴ്സിലേക്ക് പോവാം. ഇൻവേർട്ടറിന്റെ ഓപ്പറേഷൻ എന്താണെന്നും അതുപോലെ മെയിൻ്റെനൻസ് എന്താണെന്നും എല്ലാവരും പഠിക്കുക. പിന്നെ റെഗുലേറ്റഡ് DC പവർ സപ്ലൈനെ പറ്റിയിട്ട് പഠിക്കുക. ബാറ്ററി ചാർജറിനെ പറ്റി പഠിക്കുക. പിന്നെ യുപിഎസിന്റെ പർപ്പസ് എന്താണെന്നും അതിന്റെ ബേസിക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലേ, ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതും പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് PIV എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ്, അതുപോലെ റെക്ടിഫയർ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, അതേപോലെ റിപ്പിൾസ് കുറക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ SCRന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, ട്രാക്കിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ, ഡയാക്കിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ, UJTനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ UPSന്റെ അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളവിടെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു പോവാം. എപ്പോഴും ചോദിച്ചു കാണുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് എന്താ ഓംസ് ലോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, KCL, KVL, സീരീസ് ബാലൻസ് സർക്യൂട്ട് ഒക്കെ എപ്പോഴും ചോദ്യം വരുന്ന കൂടിയാണ്. പിന്നെ പവർ, എനർജി, അതേപോലെ കൊമേഴ്ഷ്യൽ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ലാമ്പിന്റെ വെച്ചിട്ട് ചിലത് നമുക്ക് പവർ അതിനെ വാട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് ലാമ്പ് റെസിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ ഏതാണ്, കുറവ് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അവിടെ RMS വാല്യൂ, ആവറേജ് വാല്യൂനൊക്കെ ബേസ് ചെയ്തിട്ട് ഫോം ഫാക്ടർ എന്താണ്, ഒക്കെ P ഫാക്ടർ എന്താണ്, സ്റ്റാർ ഡെൽറ്റ റിലേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ കപ്പാസിറ്റർ കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. മാഗ്നറ്റിക് ഫ്ലക്സ്, MMF, റിലക്ടൻസ്, ലെൻസ് സ്ലോനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ മെഷർമെന്റ്സ് നമ്മൾ അമ്മീറ്റർ, വോൾട്ട് മീറ്ററിനൊക്കെ എന്തുകൊണ്ട് ഇക്വേഷൻസ്, ഓക്കെ, PMMCയിൽ എന്താണ് ഇക്വേഷൻ വരിക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയാസ് ആണ്. ഒരു CROന്റെ ഫിലിസാജസ് പാറ്റേൺ, TOD മീറ്ററിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ CTPTനൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോ ഇതാണ്. പിന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ ലോസസ് എന്താണ്, എഫിഷ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അവിടെ വീണ്ടും വരാം. പേര് ഇവിടെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.